ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ബലവും ശക്തിയും എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ആമേൻ. ബലവും ശക്തിയും. ആമേൻ. നിങ്ങൾക്ക് ബലമുണ്ടോ? ബലമുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു, ശക്തിയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു. ആമേൻ. ബലവും ശക്തിയും ആർക്കുള്ളത്? ദൈവത്തിനുള്ളത്. ദൈവമാണ് ഓരോരുത്തർക്ക് പകർന്നു കൊടുക്കുന്നത് ബലവും ശക്തിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭൂതലമൊക്കെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്, ദൈവത്തിൻ്റെ ബലത്താലാണ്. സൂര്യൻ ആമേൻ സദാ കാലത്തേക്ക് പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ ബലത്താലും ശക്തിയാലുമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ചന്ദ്രനും നക്ഷത്രങ്ങളും സകലതും സകല ജീവജാലങ്ങളും നിൽക്കുന്നത്, മനുഷ്യൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ബലത്താലും ശക്തിയാലുമാകുന്നു. ഇതൊക്കെ തിരിച്ചറിയാത്ത പോകുന്നതാണ് നമ്മളെ മനുഷ്യ സമൂഹം. ദൈവത്തിൻ്റെ ബലത്തെയും ശക്തിയെയും തിരിച്ചറിയാതെ പോകുന്നവരാണ് മനുഷ്യ സമൂഹം. ആമേൻ. ഒരാളിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ മാത്രം ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവത്തെ ഗ്രഹിക്കുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല. ആമേൻ. ദൈവം സൃഷ്ടിച്ച ബാക്കി മുഴുവൻ ആമേൻ സൃഷ്ടികളും ദൈവത്തെ അറിയുന്നു. സസ്യലതാദികൾ, ഹല്ലേലൂയ, വൃക്ഷലതാദികൾ ദൈവത്തെ അറിയുന്നു. അവരെ നിയമിച്ചതുപോലെ, അവരെ നിർത്തിയതുപോലെ, അവർക്ക് നൽകിയ ബലം പോലെ അവർ നിൽക്കുന്നു, അവർക്ക് നൽകിയ ശക്തി പോലെ അവർ നിൽക്കുന്നു. പർവ്വജാതികൾ അവർക്ക് നൽകിയ ബലത്തിനൊത്തവണ്ണം അവരെ ആമേൻ നിൽക്കുകയും അവർ ദൈവത്തെ അനുഗമിക്കുകയും ദൈവത്തെ പാടി ആരാധിക്കുകയും ചെയ്യുന്നു. മൃഗാദികൾ, ഇഴജാതികൾ, ആമേൻ സകല ചരാചരങ്ങളും ആമേൻ അവരവർക്ക് നൽകിയ ശക്തിയും ബലവും ത്തിനൊത്തവണ്ണം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സദാ മുൻപോട്ട് പോകുകയാണ്. മനുഷ്യർ മാത്രം ആമേൻ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. ആമേൻ. അത് ദൈവത്തെ പോലെ ആമേൻ ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിൽ ആക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യന് മാത്രമാണ് ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി, ദൈവരൂപ സാദൃശ്യത്തിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി അവനെ സൃഷ്ടിപ്പാനിടയെ തീർന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതികളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദേവന്മാരെന്ന്. ഇന്ന് ലോകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവൻ മനുഷ്യൻ മറുതലിച്ച് പറയാണ് ദൈവം ഇല്ല എന്ന്. ദൈവം ഇല്ല എന്ന് മൂടൻ നിന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. അവിടെ വഷളനായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നീതികേടെന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നമ്മുടെ സൃഷ്ടിച്ച ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. ആമേൻ. നീതികേട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ വിചാരിക്കുന്നത് നമുക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ജഡപ്രകാരം ഷോർട്ട് കട്ടാണ്. ഹസ്രബുദ്ധിയാണ് മനുഷ്യൻ്റെ മേലിൽ നിന്ന് വാഴുന്നത്. ഷോർട്ട് കട്ട്, ഷോർട്ടായിട്ട്. ഇന്നത്തെ ലോകത്തെ നമ്മൾ നോക്കിയാൽ ആമേൻ കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഈ ഒരു 10, 25, 30, 40 വർഷത്തിന് മുമ്പേ ഉള്ളവരെയൊക്കെ നോക്കിയാൽ കുറേയൊക്കെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുന്നവരുണ്ടായിരുന്നു. ഈ കാലത്തിൽ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്തോറും ആമേൻ ആ ദൃഷ്ടി അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹസ്തവുമായി പിശാച് ലോകത്തെ വാഴുന്ന സാത്താൻ ആമേൻ നമ്മുടെ ദൃഷ്ടിയൊക്കെ ആമേൻ ഷോർട്ട് കട്ടാക്കി മൊബൈൽ ഫോണുകളിലേക്ക് ഒതുക്കി തീർത്തിരിക്കുകയാണ്. ആമേൻ അരേടി നീളത്തിലേക്ക് കുറച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക് നമ്മുടെ ചിന്തകളെ ഒതുക്കി. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ആമേൻ. അങ്ങനെ ഇപ്പം ആമേൻ ഉയർത്തുന്നവരൊക്കെ വളരെ കുറവാണ്. എങ്കിലും ആമേൻ ഉയർത്തുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഉയർത്തുന്നവർക്ക് മാത്രമേ ഈ ദൈവത്തിൻ്റെ ബലത്തെയും ശക്തിയെയും കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലത്തിൽ 62-ാം സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് ഇപ്രകാരം പറഞ്ഞു തുടങ്ങുകയാണ്. അതിൻ്റെ 62-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വചനം വായിച്ചാലും സിസ്റ്ററേ.
എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മതി, സ്തോത്രം. ഇവിടെ ഭക്തൻ പറയുന്നത് ഹല്ലേലൂയ. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഭക്തൻ ഉറപ്പുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ബലമുള്ള മനുഷ്യനാണ് ഭക്തൻ, ദൈവഭക്തൻ. ദാവീദ് ഭക്തന്റെ ജീവിതത്തില് ദാവീദ് ദൈവത്തോടുകൂടെ നടന്നു. നമുക്കറിയാം, ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. മനുഷ്യരിലല്ല, ലോകത്തിലല്ല, പ്രമുഖന്മാരിലല്ല. അവൻ ആശ്രയിച്ചത് ദൈവത്തിലെത്രേ. ദൈവിക ബലം പ്രാപിച്ച്, ദൈവത്തിന്റെ ശക്തി, ദൈവാത്മാ ശക്തി പ്രാപിച്ചിട്ടാണ് ദാവീദ് ആമേൻ ഈ ലോകത്തിൽ ജീവിച്ച് ജയമെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആ ഭക്തൻ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ലോകത്തെ നോക്കിയിട്ടല്ല, എൻ്റെ രക്ഷ അവങ്കൽ ദൈവത്തിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറ, എൻ്റെ രക്ഷയും. പാറയ്ക്ക് ഉറപ്പുണ്ടോ ദൈവങ്ങളെ? പാറയ്ക്ക് ഉറപ്പുണ്ടല്ലേ? പരിചയ്ക്ക് ഉറപ്പുണ്ടോ? ശക്തിയുണ്ടോ? ആമേൻ. പ്രതികൂലങ്ങൾ വല്ലതും ആഞ്ഞടിക്കുമോ? നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കണം? ആമേൻ. പാറ പോലെ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ. ഒന്ന് കരവടിച്ചാട്ടെ. ഉറപ്പുള്ളവര്, വിശ്വാസത്തിൽ ഉറപ്പുള്ളവര്. ഓ ഹല്ലേലൂയ. അവരുടെ ദൈവമാണ്. ആമേൻ. ഉറപ്പുള്ള വിശ്വാസത്തിൽ ഉറപ്പുള്ളവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഉറപ്പുള്ള വിശ്വാസത്തിൽ ഉറപ്പുള്ളവർ, ശക്തിയുള്ളവർ. നമ്മുടെ കർത്താവ് ശക്തനാണ്. അവൻ നമുക്ക് ശക്തി നൽകും, നമുക്ക് ബലം നൽകും. ആയുസ്സും ആരോഗ്യത്തെയും അവൻ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇവിടെ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവഭക്തൻ ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുകയാണ് കേട്ടോ. ആഴമായി വിശ്വസിക്കുന്നു. ചിലർ പറയുന്നിട്ടുണ്ട്, ആഴമായി നിങ്ങളൊന്നും ആവശ്യമില്ലാതെ കിടന്നൊന്ന് വിശ്വസിച്ച് ആമേൻ ഷോർട്ട് കട്ടായിരിക്കണമെന്ന്, വേറെ ആഴമായിട്ടൊന്നും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ആഴമായിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുഗമിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യണം, കേട്ടനുസരിച്ച് ചെയ്യണം. ആഴമായത് എന്താണ്? നമ്മളൊരു ഭവനം പണിയുന്നു, ഒരു വീട് പണി, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണി, അല്ലെങ്കിൽ ഒരു മന്ദിരം പണിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 25 നില 100 നില ഒരു കെട്ടിടം പണിയണമെന്നിരിക്കട്ടെ, ഒരു വലിയ മഹാ ബിൽഡിംഗ് പണിയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ 25, 50, 100 നില കെട്ടിടം പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിന് ഹല്ലേലൂയ നല്ലൊരു അടിസ്ഥാനമിടും. എവിടെയാണ് അടിസ്ഥാനമിടുന്നത്? ആഴത്തിൽ കുഴിച്ചാണ് അടിസ്ഥാനപ്പെടുന്നത്. ആഴത്തിൽ കുഴിക്കും. ആഴത്തിൽ കുഴിയെടുത്ത് അവൻ ഇന്നത്തെ ക്രമീകരണങ്ങളൊക്കെ ആധുനിക നൂറ്റാണ്ടാകുന്നു. ആധുനിക സംവിധാനങ്ങൾ വെച്ച് ആഴത്തിൽ കുഴിയിറക്കി, ആഴത്തിൽ എത്ര 25 നില മുകളിലോട്ട് പണിയണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള താഴോട്ടുള്ള ഫില്ലറുകൾ കുഴിച്ച് ഇട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അതിൻ്റെ മേളിൽ അടിസ്ഥാനത്തിന് മേലാണ് ബഹുനിലകൾ പണിയുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ നൂറ്റാണ്ടിൽ ഈ ആധുനിക നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ, അല്ലെങ്കിൽ നേരെ കുറച്ചൊരു പാലം തന്നെ പണിയുന്നതിന്, ഒരു വലിയൊരു നീണ്ട ഒരു പാലം പണിയാണ്. പാലം പണിയുന്നതിന് മുമ്പേ ആ ഭൂമിശാസ്ത്രത്തെ വന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക, അതിന് ബന്ധപ്പെട്ടവരൊന്ന് പഠിച്ചിട്ട് ആ ഭൂമിയിൽ എത്രത്തോളം വെയിറ്റ് നിൽക്കും, ആ പാലം അവിടെ നിൽക്കുമോ, ആ ബിൽഡിംഗ് അവിടെ നിൽക്കുമോ എന്നൊക്കെ അറിയേണ്ടതിന് ഭൂമി കുഴിച്ച് അടിസ്ഥാനത്തിലുള്ള മണ്ണ് ഉറപ്പുള്ളതാണോ, എപ്രകാരമുള്ളതാണെന്നൊക്കെ പഠിച്ചതിന് ശേഷമാണ് അവിടെ അത് പണിയുവാൻ വേണ്ടി അനുമതികൾ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ആയതുപോലെ ഹല്ലേലൂയ ഇവിടെ ഭക്തൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴമായ വിശ്വാസമാണ് ഉറപ്പുള്ളത്. ആമേൻ. നമ്മളൊക്കെ വീട് പണിയുമ്പോൾ പാറ കൊണ്ട് പണിയും അല്ലേ? പഴയ കാലത്തിൽ നമുക്ക് പാറ കിട്ടാതെ വരുമ്പോൾ മണ്ണ് കുഴച്ച് ഉറപ്പുള്ളതാക്കിയിട്ട് അതിൻ്റെ മേൽ പണിയും. നമുക്ക് നിർവാഹമില്ലാത്തത് കൊണ്ട്
നിർഭാഗമുള്ള ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ നമ്മൾ ഉറപ്പുള്ളതിന്മേൽ പണിയും. ആമേൻ. നമ്മൾ ഉറപ്പില്ലാത്ത കാലഘട്ടം, നമ്മൾ പഴയ കാലം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പഴയ കാലത്തിൽ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. പിന്നെ ഇത് വിട്ട് ആമേൻ നമ്മുടെ സഹോദരന്മാർ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന് നമ്മളെ കൂടെ സുവിശേഷം അറിയിച്ച് ദൈവം വചനമൊക്കെ പഠിപ്പിച്ച ശേഷമാണ് നമ്മൾ കുറേയൊക്കെ ബോധം വന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ. അതിനുശേഷം നമ്മൾ ബോധവാന്മാരായ ആമേനവരുടെ വഴികളിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ പിന്നെ നല്ലൊരു അടിസ്ഥാനം ഇട്ടിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ആഴെ കുഴിച്ചിട്ടാണ് അതിൻ്റെ മേൽ അടിസ്ഥാനം ഇട്ട് വിശ്വാസത്തിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അതിൽ വീട് പണിയാറുള്ളൂ. അപ്രകാരമാകുന്നു ഇവിടെ ഭക്തൻ പറയുന്നത്, എൻ്റെ ഉള്ളം യഹോവയെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു, ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ലോകത്തെക്കുറിച്ചാണ് തൊട്ടടുത്ത് പറയണത്. ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാതെ ആഴമായി വിശ്വസിക്കാത്ത മനുഷ്യരെക്കുറിച്ചാണ് ലോകത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. തൊട്ടടുത്ത് വായിച്ച, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടത്. സ്തോത്രം. ചാഞ്ഞ മതിൽ പോലെ, ആടുന്ന വേലി പോലെ. ചാഞ്ഞ മതിലിൽ അതിന്റെ പുറത്ത് നമുക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ആടുന്ന വേലിയിൽ എന്തെങ്കിലും നമ്മൾ അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത് പണിയുമോ? ഇല്ല, ഒന്നും സാധ്യമല്ല. ഏത് നിമിഷം ആൾക്കാരെ പുറത്തോടി വന്നു വിടാം. ചാഞ്ഞ മതിലെ പേടിച്ച് അതിലെ ആരും പോകത്തില്ല. ചായുന്ന വേലി, ഒരു വേലി മറിഞ്ഞിടക്കാൻ അതിന് പൊളിച്ച് റീഫിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആയതുകൊണ്ട് ഉറപ്പുള്ളവരെ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കും, ബലമുള്ളവനായിരിക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ സ്തോത്രം തൻ്റെ ആമേൻ ആത്മബലത്തെക്കുറിച്ചാകുന്നു. ഇവിടെ 62 സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 7-ാമത്തെ വചനം വായിച്ചാലും, എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു, എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സംഗീതവും ദൈവത്തിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10-ാമത്തെ വചനം വായിച്ചാലും 11 ബലം ദൈവത്തിനുള്ളതാകുന്നു, ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ബലം ദൈവത്തിനുള്ളതാകുന്നു. ആമേൻ. ദൈവത്തിന്റെ ബലം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളത് പ്രാപിച്ചെടുത്താൽ മാത്രമേ, ബലത്തെ പ്രാപിച്ചെടുത്താൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ, ആദ്യ വ്യാധികളെ, നമ്മൾക്ക് മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ, അഭിമുഖീകരിക്കണമെങ്കിൽ, നമ്മളതിന് ജയിക്കണമെങ്കിൽ ദൈവശക്തി നമ്മൾ പ്രാപിച്ചത്. ദൈവാത്മാ ബലത്തിൽ നമ്മൾ മുന്നേറണമെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 31-32 വചനം വായിച്ചാലും അവിടെ ഭക്തൻ പറയുന്നത്, നമ്മുടെ ദൈവമല്ലാതെ ബലവും ശക്തിയും ഉള്ളവൻ ആരാ ഉള്ളത്? വായിച്ചാലും 18-31-32. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? നമ്മുടെ ദൈവം ആദ്യനും അന്ത്യനും. നമ്മുടെ ദൈവത്തെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുമോ? ദൈവത്തെ ആരും കണ്ടുണ്ടോ? ഇല്ല. ആദ്യനും അന്ത്യനുമാണ്. അവന്റെ രാജ്യത്തിന് അവസാനമില്ല. അത്ര ഉറപ്പുള്ളവനാണ്. ആദിക്കും അവസാനമില്ല. ആമേൻ. കണ്ടെത്താൻ സാധ്യമല്ല. അതിന്റെ അവസാനത്തിനും സാധ്യമല്ല. അത്ര ഉറപ്പേറിയ ഒരു വ്യക്തിത്വമാണ് ദൈവം. ആമേൻ. ആ ദൈവമല്ലാതെ ബലം. ആമേൻ. എന്താ വായിച്ചത്? നമ്മുടെ യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ ആരാ ഉള്ളത്? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? പാറ ഇത്രയും ഉറപ്പുള്ള ദൈവം, ശക്തി കൊണ്ട് അരമുറുക്കുകയും. ആമേൻ. മതി. സ്തോത്രം. ആമേൻ. നമ്മുടെ ദൈവത്തെ പോലെ ബലമുള്ള ദൈവം ആരുള്ളൂ? എന്തെങ്കിലും സാധനം അവൻ്റെ ശക്തിയാലാണ് സകലതും. ഒരു കാറ്റടിച്ചാൽ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ ദൈവത്തിൻ്റെ ദൂതനാണത്. കാറ്റ്, വെള്ളം, പ്രൈസ് ദി ലോർഡ്, എല്ലാം ദൈവത്തിൻ്റേത്. അവൻ്റെ ശക്തിയാൽ എല്ലാം ഇവിടെ നിലനിൽക്കുന്നു എന്ന്. സ്വതം മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13 വായിക്കുമ്പോൾ, മത്തായി 6:13 വായിച്ചാട്ടെ. 6:13. മകളെ ഈ ഫോൺ വായിച്ചോ.
ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേ. എന്നേക്കും നിനക്കുള്ള ദൈവത്തിനുള്ളതാണ്. രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ള. അവനല്ലാതെ പാറയായി ആരുള്ളൂ? അവനിലാണ് നമ്മൾ പകൽക്കാലത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത്. അവനിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങത്തില്ല. സിയോൻ പർവ്വതം പോലെ അവൻ ഉറച്ചു നിൽക്കും. ലോകത്തെക്കുറിച്ച് പറയുന്നത്, ലോകക്കാർ ആടുന്ന വേലിയും ചായുന്ന മതിൽ പോലെ. ഉറപ്പില്ല, ഏത് ഭാഗത്തും വീഴി, എങ്ങോട്ടും ചായും. കിഴക്കുന്ന ഒരു കാലടിക്കുമ്പോൾ വടക്കോട്ട് പറയും, വടക്കുന്നത് വടക്കോട്ട് പറയും. ചില സമയം അവിടെ ഒന്നും കാണത്തില്ല, ഒരു ഉറപ്പുമില്ല. ആമേ. നമ്മൾ ഉറച്ചു നിൽക്കണം. ഉറപ്പില്ലാത്തവർക്ക് ഒന്നും പ്രാപിച്ചെടുക്കാൻ സാധ്യമല്ല. വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകണം, ബലമുണ്ടാകണം. കർത്താവ് പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടാകും. നമ്മളതിൽ ആശ്രയിക്കണം, ഒലുങ്ങാതെ നിൽക്കും. ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രോഗത്തിനോ ഭാരത്തിനോ ആമേ ആദിക്കോ ഒന്നിനും സാധ്യമല്ല. ആമേ. വൈരിക്ക് എതിരിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. വൈറസ് ബാധകൾക്ക്, മഹാമാരികൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കൊടുങ്കാറ്റിന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കൊടുങ്കാറ്റ് കടന്നു വരുമ്പോൾ ദുഷ്ടൻ, ലോകപ്രകാരം ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ അവൻ്റെ സ്ഥാനത്ത് അവിടെ ഇല്ല. നീതിമാനെന്നും പന പോലെ അവിടെ നിൽക്കും. യെസ്, ഉറപ്പുള്ളവൻ അവിടെ നിൽക്കും. പ്രതികൂലം അങ്ങനെ തൊടത്തില്ല. എത്ര വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? പ്രതികൂലങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ, ഉറപ്പുള്ള ദൈവം, ബലമുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉറപ്പുള്ള ദൈവമാണ്. ചില വചനങ്ങളെ വിവരിക്കാൻ വേണ്ടി മാത്രമാണ് ആമേൻ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവാത്മാവിനെ എന്നെ അയപ്പാനിടയെത്തുന്നു. ഹല്ലേലൂയ. യേശുവേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തൊന്ന് വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവിടെ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ 6-ാമത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ യഹോവയുടെ ദൂതൻ ആമേൻ ആമേൻ ഹല്ലേലൂയ ഗിദെയോന് പ്രത്യക്ഷനായിട്ട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12 മുതൽ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ആമേൻ. യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലി. അല്ലയോ. ആമേൻ. ദൈവം. ആമേൻ. ആരാണ് ദൈവം? ആരാണ്? ബലമുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. എല്ലാവരെയും ബലപ്പെടും. കുഴഞ്ഞവനെ ബലപ്പെടുത്തുന്നവനാണ്. ബലഹീനരെ താങ്ങുന്നവൻ, ഉൾക്കരുതില്ലാത്തവനെ ബലം നൽകുന്നവൻ, ധൈര്യം നൽകുന്നവൻ, ശക്തി നൽകുന്നവൻ, അവൻ കൃപ നൽകുന്നവൻ, ദയയാൽ അവൻ നടത്തുന്നവൻ. ആ ദൈവം മഹാശക്തനാകുന്നു. എല്ലാറ്റിനും കഴിവുള്ള, ബലമുള്ള, അധികാരമുള്ള ദൈവം വന്ന് ഗിദെയോനോട് പറയുകയാണ്. ഗിദെയോൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരിക്കൽ വരാനിടയിൽ തീർന്നു. ഗിദെയോൻ ദൈവത്തോടു കൂടെ നടക്കുകയായിരുന്നു കേട്ടോ. ദൈവ പുരുഷനാണ്, ദൈവ മനുഷ്യനാണ് ഗിദെയോൻ. ഗിദെയോനോട് ആമേൻ ഇവിടെ പറയുന്നത് വായിച്ചാലും അല്ലയോ പരാക്രമശാലിയെ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു. ആമേൻ. ഗിദെയോനോട് സർവശക്തനാകുന്ന, എല്ലാറ്റിനും കഴിവുള്ള, ബലമുള്ള, ആമേൻ ശക്തിയുള്ള ദൈവം എന്ന് പറയണ പരാക്രമശാലി എന്ന്. പരാക്രമിക്ക് വല്ല ശക്തി ഉണ്ടായിരിക്കോ? പരാക്രമശാലിക്ക് യുദ്ധവീരനെയാണ്, യുദ്ധ പോരാളിയാണ്, യുദ്ധാധിപനെ, അവൻ സൈന്യാധിപനെയാണ്, സൈന്യങ്ങളുടെ ഒരു വലിയ സൈന്യത്തിൻ്റെ അധിപതിയെയാണ്. ആമേൻ ആമേൻ. പരാക്രമി, ആമേൻ്റെ അധിപതി യുദ്ധവീരനെയാണ്. യുദ്ധവീരൻ. യുദ്ധത്തിൽ അനേകരെ തോൽപ്പിച്ച് പരിചയമുള്ള ആളിനെയാണ് പരാക്രമി എന്ന് പറയുന്നത്. അനേകരെ തോൽപ്പിച്ച് പരിചയമുള്ളവർ. ഇവിടെ ഗിദെയോൻ്റെ സമയപ്പോരായ്മ കൊണ്ട്, കുറവുകൊണ്ട് ഗിദെയോൻ്റെ അപ്പൻ്റെ പേരൊന്നും എടുത്തിട്ടില്ല ഞാൻ. ആമേൻ ഹല്ലേലൂയ. ഗിദെയോൻ ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ ആമേൻ ഒരുപാട് യുദ്ധമൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ മുമ്പിലുള്ള ജനത്തിനു വേണ്ടി ഒരുപാട് പോരൊക്കെ നടത്തിയിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് യുദ്ധമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്.
തൻ്റെ മുമ്പിലുള്ള ജനത്തിനു വേണ്ടി അവൻ ഹല്ലേലൂയ ആമേൻ അവർക്ക് ആഹാരം കൊടുക്കേണ്ടതിന് ആമേൻ തൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഗോതമ്പ് ആമേൻ മിഥ്യാനുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവൻ ചക്ക മുന്തിരി അത് അരയ്ക്കുന്ന ചക്കിനരികിൽ വെച്ച് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാ ദൂതൻ അവിടെ ഒന്ന് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയേ. വായിച്ചാലും സിസ്റ്ററെ, അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കണം, ബലപ്പെടണം, ശക്തിപ്പെടണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയൊരു യുദ്ധമാണുള്ളത്. ലോകത്തോട് നമുക്കൊരു യുദ്ധമുണ്ട് കേട്ടോ. അതിനെ അഭിമുഖീകരിക്കണം, അതിനെ ജയിക്കണമെങ്കിൽ, അതിനെ പോരാടി നമ്മൾ മുന്നേറണമെങ്കിൽ ആ ശക്തിയും നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് കർത്താവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. വായിച്ചാലും തുറന്നു വായിച്ചാലും അവനോട് അയ്യോ യജമാനേ, ആമേൻ, സ്തോത്രം, ആമേൻ, പരാക്രമശാലിയെ, ആമേൻ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗിദെയോൻ പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ കർത്താവിനോട് പറയണേ, അയ്യോ കർത്താവേ, യഹോവ നമ്മോട് പക്ഷത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ, ആമേൻ. ദൂതൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പരാക്രമശാലി നിന്നോട് കൂടെ ഉണ്ട്. നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എൻ്റെ ശക്തി നിന്റെ മേലുണ്ട്. ശരി തന്നെ, എനിക്കറിയാം, നിന്നെ കൊണ്ടേ വല്ലതും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആമേൻ എന്ന് വന്ന് ദൂതൻ വന്ന് അങ്ങനെ ഗിദെയോനോട് പറഞ്ഞപ്പോൾ ഗിദെയോൻ പറയണ, അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, ദൈവം കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും സാധിക്കത്തില്ല. മൊത്തം പരാജയമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പൊ ഇസ്രായേല് പരാജയം ഏൽക്കുകയാണ്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ടല്ലേ. നമ്മളെ മുമ്പിൽ നോക്കിയ മൊത്തം പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വചനം ഇപ്രകാരം, വീണ് കിടക്കുന്നു, ആമേൻ, എങ്കിലും വീണവർ എങ്കിലും വീണവരെ പോലെ അല്ല. ദൈവം നമ്മളെ നിവർത്തി നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണവർ സ്ഥാനത്താണ്, പക്ഷെ എങ്കിൽ നമ്മൾ വീണവർ പോലെയല്ല നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാലും അല്ലെ, പരാക്രമശാലിയെ, ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ പറയുന്ന കാര്യമാണ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ എന്തൊക്കെയാണ് കർത്താവേ. നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ, ആമേൻ, കൊണ്ടുവന്ന ദൈവം നീയല്ലയോ? നീ നിന്റെ മഹാശക്തി കൊണ്ട്, ആമേൻ, മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച്, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. പാതകളൊക്കെ മിസ്രയീമിൽ അയച്ചു. ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ ബലത്തെ അവിടെ വെളിപ്പെടുത്തി ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് മരുഭൂമിയിലൂടെ, ചെങ്കടലിലൂടെ, യോർദാനിലൂടെ കനാലിലേക്ക് കൊണ്ടുവന്നു. ആ നിന്റെ ദൈവപ്രവൃത്തി എവിടെ? ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾ, പർവ്വതസമമാം പ്രശ്നം, നീറി പുകയുന്ന അനുഭവങ്ങൾ എന്തായിത്തീരും? ദൈവം നമ്മുടെ മുമ്പിലുണ്ടോ? ഭയപ്പെടേണ്ട, നിന്റെ കാര്യം സാധിപ്പിച്ച് തരുവാൻ. നീ ഭയപ്പെടേണ്ട. അതാണ് കർത്താവ് പറഞ്ഞത്. അധൈര്യപ്പെടേണ്ട, ശക്തിപ്പെടുക. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. കർത്താവ് പറഞ്ഞു, തുറന്ന് വായിച്ചാലും, യജമാനേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചും മിദ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കിക്കേ. ഈ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഉപേക്ഷിച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നതെന്ന്. തള്ളിക്കളഞ്ഞിട്ടൊന്നുമല്ല. ഇതൊക്കെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും ദൈവത്തിന്റെ വചനം. നമ്മൾ വീഴുന്നത്, നമ്മൾ മുറിവേൽക്കുന്നത്, നമ്മൾ ചതയുന്നത്, നമ്മൾ സങ്കടപ്പെടുന്നത് നന്മയ്ക്കായിട്ട്. നമുക്ക് സങ്കടവും ദുഃഖവും ഒന്നും വന്നില്ലെങ്കിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നില്ല. നാടോടുമ്പോൾ നമ്മൾ നാട്ടുകാരോട് കൂടെ ഓടും. നാടോടിയാൽ നടുവടി ചത്തുപോകും. അത് അങ്ങ് പാതാളത്തിലേക്ക് എന്നങ്ങ് വീഴും. ആര് പിടിയിപ്പുണ്ടാകത്തില്ല. നേരെ മറിച്ച് ദൈവം നമ്മുടെ മുമ്പിലുണ്ടോ, നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായി പോയെന്നിരിക്കും. ദൈവം എപ്പോഴും ബലം നൽകി കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സിസ്റ്ററെ, ആ ഭാഗം പിന്നെയും അങ്ങോട്ട് വായിച്ചാലും. ഈ ബലത്തോടെ നീ പോകാ. നിന്റെ ഈ ബലത്തോടെ പോകാ. നിന്റെ ഈ ബലത്തോടെ, നിന്റെ മേലൊരു ബലമുണ്ട്, ദൈവത്തിന്റെ ബലം, ദൈവിക ആത്മബലം നിന്നിൽ ഞാൻ പകർന്നിരിക്കുകയാണ്. നീ അത് പ്രാപിച്ചു വെച്ചിരിക്കുകയാണ്. ആ ബലമില്ലാതെ നിനക്കൊന്നും സാധ്യമല്ല. അവനെ ഇസ്രായേലിനെ മിദ്യാന്യരുടെ നിന്റെ മുമ്പിൽ എതിരിയുടെ കയ്യിൽ നിന്ന്, വൈരിയുടെ നിന്റെ മുമ്പിൽ ശത്രു യുദ്ധം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്? ഞാനല്ല, ദൈവം സർവശക്തനാകുന്ന ബലമുള്ള ശക്തിയുള്ള ദൈവമാണ് നിന്നെ അയക്കുന്നത്. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നീ ഒരു കരം കൊണ്ട് നിന്നെ ലോകത്തെ ജയിക്കും. നിന്റെ മുമ്പിൽ നിന്റെ മക്കൾക്ക് വിരോധമായി നിൽക്കുന്നതിന് അതിന് ജയിക്കും. ആദിയായിക്കൊള്ളട്ടെ, വ്യാധിയായിക്കൊള്ളട്ടെ, ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ അത് വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത്ര ശക്തിയുടെ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക്. ചിലപ്പോ ഒരു വാക്ക് മാറിപ്പോകട്ടെ, പ്രതികൂലം പ്രസിദ്ധി മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ആദികൾ മാറട്ടെ, മാറും. മാറാത്തത് ഒന്നുമില്ല. വിശ്വാസത്താൽ വീരൻ ജയം പ്രാപിക്കും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മുടെ ആയുസ്സും ആരോഗ്യം വർദ്ധിക്കും. നമ്മൾ ജയം പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും, നന്മ തന്നെ പ്രാപിക്കും. വിടുതലുകളും ആയുസ്സും ആരോഗ്യമൊക്കെ വർദ്ധിച്ചു വരുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വചനം പറയുന്നത് രാജകൽപ്പന ബലമുള്ളതെന്ന് പറയുന്നു. രാജകൽപ്പന ബലമുള്ളത്. സഭാപ്രസംഗിയുടെ പുസ്തകം 8:4 വായിക്കുമ്പോൾ കാണുന്നതാണ്. രാജകൽപ്പന ബലമുള്ളത്. രാജകൽപ്പന ബലമുണ്ട്. രാജാവിന് ബലമുണ്ടോ? ബലമുണ്ടല്ലേ? രാജാവിന് ബലമുണ്ട്. രാജാവിന്റെ കൽപ്പനയ്ക്കും ബലമുള്ളത്. നമ്മുടെ രാജാവ് ആരാണ്? യേശു. യേശുവിന്റെ പേരെന്ന് ആമേൻ. യേശുവിനെ കുറിച്ച് എന്താ പറയുക? യഹൂദന്മാരുടെ രാജാവ് ഒരു പേരുണ്ട്. സ്തോത്രം. യഹൂദൻ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നവൻ, അവനാണ് യഹൂദൻ. യേശുവിനെ ആരാധിക്കുന്നവൻ, അവനാണ് യഹൂദൻ. അല്ല ലോകപ്രകാരം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുന്നവരല്ല യഹൂദൻ. വിശ്വാസിയാണ് യഹൂദൻ, അവിശ്വാസികൾ യഹൂദരല്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ രാജാവിന് ബലമുണ്ട്. നമ്മുടെ കർത്താവിന് ബലമുണ്ട്. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു, യഹൂദന്മാരുടെ രാജാവ്. ആമേൻ. ആ രാജാവിന്റെ കൽപ്പനയ്ക്ക് ബലമുണ്ട്. നമ്മുടെ രാജാവ് കൽപ്പിച്ചപ്പോഴാണ് ആദ്യം മുതൽ എല്ലാം സ്ഥാപിതമായത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പർവ്വതങ്ങളും വാഴിയും ആഴവും ആകാശവും സൂര്യ ചന്ദ്രാദികളൊക്കെയും അവൻ കൽപ്പിച്ചപ്പോൾ ഉളവായി. സകല ചരാചരങ്ങളും അവന്റെ സൃഷ്ടിയത്രേ. അവൻ കൽപ്പിച്ചപ്പോൾ അത് സ്ഥാപിതമായി. അത്ര ബലമേറിയതാണ്, അത്ര ശക്തിയുള്ളതാണ്. ഒരു വ്യാധി മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു എതിരി വഴി മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം, കൊടുങ്കാറ്റ് വഴി മാറിപ്പോ, ചെങ്കടലെ വിഭജിക്ക, യോർദാനി വഴി മാറുക, മാറിയിരിക്കും. മരുഭൂമി തഴയ്ക്കും. മരുഭൂമിയിൽ ധാന്യം. ഇന്ന് ഇസ്രായേൽ മക്കള് മരുഭൂമിയിലാണ് അവിടെ വന്ന് പാർക്കുന്നത്. മരുഭൂമിയിൽ എന്താ? പാഴും ശൂന്യമാകുന്ന മരുഭൂമി. അവര് ഇസ്രായേൽ മക്കള് ദൈവത്തെ ധിക്കരിച്ച് നടന്ന പഴയ കാലത്തിലേക്ക് നടന്ന യഹൂദ മക്കള് ഭൂമി മുഴുവനും സഞ്ചരിച്ചിട്ട് ഇപ്പോൾ വന്ന് ഇസ്രായേലിൽ കൂടിയിരിക്കുകയാണ്. അവരാ ഭൂമിയെ പാലും തേനുമാക്കി തീർത്തു. ലോകക്കാര് നോക്കുമ്പോൾ അസാധ്യം. നമ്മളെ ഈ വേര് നല്ല മണ്ണുള്ള ഈ പ്രദേശത്ത് പോലും ഒന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഫലവത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവന്റെ ഭൂമിയിൽ വിളയുന്ന ധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് വർണ്ണിക്കാനാവതല്ല. നല്ല നല്ല പൂന്തോട്ടങ്ങള്, നല്ല നല്ല മേച്ചിൽപ്പുറങ്ങള്, നല്ല നല്ല കന്നുകാലികള്. അവിടെ വളരുന്ന കന്നുകാലികൾ നല്ല മുഴുത്ത നല്ല പന്നിക്കുട്ടി പോലെ ഇരിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവൻ വയലിൽ നിന്ന് ഹല്ലേലൂയ പുല്ലൊക്കെ
ഇങ്ങനെ അവൻ്റെ മെഷീൻ വന്നിട്ട് അരിഞ്ഞ് പൊടിച്ചു വാരി ചാക്കുകളിലാക്കി വലിയ ബണ്ടിലുകളാക്കി മെഷീൻ അങ്ങോട്ട് എറിയുകയാണ്. അത് അവൻ്റെ തൊഴുത്തുകളിൽ ചെല്ലുമ്പോൾ അവൻ വളർത്തുന്ന മാടുകൾ, മൃഗങ്ങൾ അതിനെ ഒന്ന് ചവയ്ക്ക പോലും വേണ്ട, അങ്ങ് കുടിച്ചാൽ മതി. ആ പരുവത്തിലാക്കിയാണ്. ആമേൻ. നമുക്കിവിടെ എന്തെങ്കിലും കഴിയുമോ ദൈവമക്കളെ? നമുക്ക് എന്തെങ്കിലും കഴിയുമോ ഇവിടെ? നമ്മളൊരു മൃഗത്തെ വളർത്തണം, ഒരു കന്നുകാലി വളർത്തണമെങ്കിൽ അതിന് പുല്ലന്വേഷിക്കണം, തീറ്റ അന്വേഷിക്കണം, വലിയ വില കൊടുക്കണം. അത് എത്ര വളർത്തിയാലും വളരില്ല, അതിൽ നിന്നും നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ മനുഷ്യര് ദൈവത്തെ അനുഗമിക്കാത്തത് കൊണ്ടാണ്, ആ ദൈവശക്തി പ്രാപിക്കാത്തതും ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ് തോന്നിവാസമാണ് നമ്മളെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്താല് എല്ലാം സാധ്യമായി തീരും. ദൈവം നമ്മുടെ മുമ്പിലുണ്ടോ? ശത്രുക്കള് നമുക്കുണ്ടാകും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രു ഉണ്ടാവും. നമ്മുടെ ഉയർച്ച കണ്ടിട്ട് ശത്രു പുകയ്ക്കും. എന്താടാ, കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ കാലത്തിൽ വരണ്ട് കിടന്ന് ഇപ്പോഴും അവർ തഴയ്ക്കുന്നുണ്ട്. അവൻ നടന്നതെല്ലാം സാധിക്കുന്നുണ്ട്. അവൻ്റെതെല്ലാം മുഴുത്തിരിക്കുന്നു. അവനൊന്നും നഷ്ടമില്ല. അവന് എല്ലാം ഉണ്ട്, കമ്പ്യൂട്ടർ വരെ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട്. അവൻ എത്ര അടിച്ചിട്ട് അവൻ തളരുന്നില്ല. ആളുകൾ പറയും ഇന്ന് ഇസ്ലാമിസ്റ്റിൽ എത്ര പേരാണ്, ഇസ്ലാമിക ശക്തികളാണ് ലോകത്ത് ഇസ്രായേലിൽ തകർക്കാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവർ ദൈവബലമുള്ളവരാണ്. ദൈവം അവരെ ബലവാന്മാരാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവരുടെ ശക്തി കൊണ്ടാണ് നമ്മൾ വരെ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ നാളുകൾ ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമിച്ചപ്പോൾ അവർ ഉടനെ ഓടി, ഇസ്രായേൽ അമേരിക്ക ഓടി വന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന്. ആയതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ അവരെ വാലി ചുരുട്ടി പിടിച്ചോണ്ട് ഓടിക്കളഞ്ഞു. അവര് രാജ്യത്തിലേക്ക് പോയിട്ട് ഓരോ ബോംബുകൾ ഉണ്ടാക്കി എറിഞ്ഞു കൊടുത്ത് പ്രൈസിൽ അവരെ തുരങ്കങ്ങൾ, അവര് ചതിയന്മാരുടെ സ്വതന്ത്രം. ഇസ്ലാമിസ്റ്റിലെ ചതിയന്മാര്, അസൂയക്കാര്. ഒരുത്തൻ സഹോദരൻ വളരുന്നത് ഇഷ്ടമല്ല, ഞങ്ങളെക്കാൾ അവർ വളർന്നു പോയി, അവർ ഉയർന്നു പോയി എന്നൊക്കെയാണ് അവരുടെ വിചാരങ്ങൾ. പ്രൈസിൽ ഞാൻ പറയുന്ന സാരാംശം എന്ന് പറയുന്നത്, ദൈവം ഉയർത്തിയാൽ നമ്മുടെ രാജാവിന് ബലമുണ്ട്, ദൈവത്തിന്റെ മക്കൾക്ക് ബലമുണ്ട്. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദുഷ്ടന്മാരും അങ്ങനെയല്ല. 1-ാമത്തെ സങ്കീർത്തനം പറഞ്ഞത്, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഹല്ലേലൂയ. ഒന്നിട്ട് വചനങ്ങളോട് വേഗത്തിൽ ചിന്തിച്ച് അങ്ങ് വേഗത്തിൽ അതിൻ്റെ പൊരുൾ ധരിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 14-15 വായിച്ചാട്ടെ. അവിടെ യേശു പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയോട് യേശുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെ സ്തോത്രം, ലോകത്തിൻ്റെ രക്ഷിതാവാകുന്ന യേശു, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ മണാളൻ, നമ്മുടെ രാജാവ് ഈ ലോകത്തിൽ അവതരിച്ചു നമ്മെ ഓരോരുത്തരെ രക്ഷിപ്പാൻ. പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ നിന്നൊക്കെ ലോകത്തെ രക്ഷിപ്പാനാകുന്നു യേശു ലോകത്തിൽ വന്നത്. ആ യേശുവിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-15 വചനം വായിക്കുമ്പോൾ അവിടെ യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയിലേക്ക് വന്നു. ആ വചനം വായിച്ചാട്ടെ. ലൂക്കോസ് 4:14-15. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ഗലീലയിലേക്ക് ആത്മാവിന്റെ ശക്തിയോടുകൂടെ, ആത്മാവിന്റെ ബലത്തോടുകൂടെ. യേശു ആത്മാവിലുള്ള മനുഷ്യനാണ്. മനുഷ്യരെല്ലാം ദൈവമാണ്, മനുഷ്യനും ദൈവവും കൂടിയാണ്. അവൻ അശരീരിയല്ല, മായാവിയല്ല. യേശു മായാജാലമല്ല. അന്ധതമസ്സിലുള്ളവനുമല്ല. അവൻ മഹാവെളിച്ചമാണ്. നമ്മുടെ മുമ്പിൽ അവൻ വെളിപ്പെട്ട് നമ്മുടെ പോലെ അവൻ മാനവച്ച് ശരീരമെടുത്ത് നമ്മുടെ നടുവിൽ വന്നു. മകളെ വായിച്ചാലും യേശു ഭൂതലത്തെ ഭൂസിമവാടി രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ച യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ആത്മാവിന്റെ ശക്തിയോടുകൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ദൈവപുത്രനായാലും മനുഷ്യന്റെ പുത്രനായിരുന്നാലും എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ, ഒരു പ്രാർത്ഥിച്ച് രോഗിക്ക് സൗഖ്യമാകണമെങ്കിൽ അത് ആത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. അത് സ്തോത്രം അല്ലെങ്കിൽ അക്ഷരത്തിന്റെ പഴക്കത്താലല്ല, ആത്മാവിന്റെ ശക്തിയാൽ തന്നെ. അല്ല, ഒന്നും സാധ്യമല്ല കേട്ടോ. ആദ്യ നൂറ്റാണ്ടിലെ ഭക്തന്മാര് എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ ശക്തിയോടാണ് ചെയ്തത്. ഇടത്തിന്റെ ശക്തിയാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്ക് പിച്ചാത്തി എടുക്കാനേ വീശാനേ പറ്റുള്ളൂ. എനിക്ക് ശക്തി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാളെടുത്ത് അല്ലെങ്കിൽ വല്ല ആയുധങ്ങളെടുത്തൊക്കെ ഇങ്ങനെ കാണിക്കാം. ദൈവത്തിന് ശക്തി നമ്മുടെ മേൽ ഇറങ്ങിയുണ്ടല്ലോ, രാജ്യങ്ങൾ കീഴടങ്ങും, വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ കീഴടങ്ങും. നമ്മുടെ മുമ്പിൽ ഒരു ശത്രു നിൽക്കത്തില്ല.
നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന വിഷയത്തിന് അപ്പോൾ തന്നെ പരിഹാരം ലഭിക്കും. പരിഹാരം ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ ആമേൻ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത് കർത്താവ് സാധ്യമാക്കി തരുവാൻ മതിയായ ദൈവമാണ്. ദൈവങ്ങളെ, അവൻ നമ്മോട് കൂടെ ഉണ്ട്. 2 വചനം കൂടി പറഞ്ഞ് വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 1:8 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ്, യേശു പറയുന്ന കാര്യമാണ്, താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് ഹല്ലേലൂയ യേശു പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. യേശു പറയുന്ന കാര്യമാണ്. യേശു തിരഞ്ഞെടുത്ത, യേശു ശക്തിയും ബലവും ഉള്ളവനാണ് ദൈവം. അവൻ തിരഞ്ഞെടുത്ത അധികാരമുള്ള, പവറുള്ള, അതിനുമാകുന്നവൻ. അവൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, എന്താ വായിച്ച സിസ്റ്ററേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അവരോടും പോകരുത്. ജഡപ്രകാരം പോയാൽ അഭിനയിച്ചുകൊണ്ട് നടക്കാനേ സാധിക്കത്തുള്ളൂ. ഒരിക്കൽ ഹല്ലേലൂയ ഇസ്രായേൽ രാജാവ്, 1ാമത്തെ രാജാവിന് ശൗലിന്റെ പേര് ദൈവത്തിന്റെ ആത്മാവ് അവനെ രാജാവാക്കിയ അവന്റെ പേരിൽ ദൈവത്തിന്റെ ആത്മാവ് വരുവാനിടയിൽ തീർന്നു. അവൻ ചെയ്ത യുദ്ധങ്ങളെല്ലാം സാധ്യമായി തീരുവാനിടയിൽ തീർന്നു. പിന്നത്തേതില് അവന്റെ പേരിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് മാറിപ്പോയി. അവര് പകരം അതിനെ ആ ആത്മാവിനെ എടുത്ത് ദാവീദിന് കൊടുത്തു. പിന്നെ കുറെ കാലം ശൗല് രാജാവ് കിടന്ന് അഭിനയിക്കുക മാത്രം ചെയ്തു, കാര്യങ്ങളൊന്നും സാധിച്ചില്ല. പിന്നീട് കാര്യങ്ങൾ സാധിക്കുന്നത് ദാവീദിന്റെ കയ്യിലാണ് പിന്നെ ദൈവത്തിന്റെ ആത്മാവിരിക്കുന്നത്, ആ ശക്തിയുള്ളവൻ. ദാവീദ് ചെയ്ത കാര്യങ്ങൾ സാധ്യമായി തീർന്നു. അവൻ ഗോലിയത്തിന്റെ തലവരെ വെട്ടിയെടുത്തത്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ആത്മാവ് പ്രാപിച്ചവന്റെ മുമ്പിൽ, ശക്തി പ്രാപിച്ചവൻ, ബലം പ്രാപിച്ചവന്റെ മുമ്പിൽ ഒരു വൈരിയും ഒരു വിഷയവും ഉണ്ടാകത്തില്ല. അവന്റെ മുമ്പിൽ നിൽക്കത്തില്ല. എല്ലാത്തും വഴി മാറും. ഏത് സിംഹമായാലും വാലും ചുഴത്തിയിട്ട് മാറും. നമ്മുടെ വിശ്വാസത്തോട് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമുക്ക് അവന്റെ ശക്തിയെ നമ്മുടെ മേൽ പകരും. നമ്മുടെ ആയുസ് വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പേരിൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, സ്തോത്രം, ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. അങ്ങനെ സാക്ഷികളായി തീർന്നവർ അപ്പോസ്തലന്മാര്, യേശുവിന്റെ ശിഷ്യന്മാര് ആ ശക്തി പ്രാപിച്ചവരാകുന്നു. എന്നാൽ അശക്തരെന്ന് ലോകത്തിൽ ധാരാളമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ശക്തി, അതിനായിട്ട് കാത്തിരിക്കണം, ദൈവത്തോടുകൂടെ നടക്കണം കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ ഹല്ലേലൂയ, ഞാൻ അധികം ദൈവത്തോടുകൂടെ ഞാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ദാവീദ് പറയും പോലെ ഹല്ലേലൂയ, ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിലും ദൈവം എപ്പോഴും ഞാൻ ദൈവം പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഉണക്ക ദൈവാസൻ ഇവിടെന്തോ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പക്ഷെ ദൈവത്തിന് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അവൻ നമുക്ക് ശക്തി നൽകും. അവന്റെ ശക്തിയാലായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അവൻ്റെ ബലം, അവൻ്റെ ബലം നമ്മൾ ഒരുപാട് പ്രാപിച്ചുകൊണ്ടിരുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതിനുവേണ്ടി ആഗ്രഹിക്കണം, വാഞ്ചിക്കണം, ദാഹിക്കണം. കർത്താവ് പറഞ്ഞ എന്താണ്? ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. അവൻ നിത്യജീവനെ നൽകുന്നവൻ, നിത്യജീവന്റെ ബലത്തെ നൽകുന്നവൻ. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ശക്തി ലഭിച്ചിട്ടാണ് ഹല്ലേലൂയ പൗലോസ് പുതിയ അപ്പോസ്തല പ്രവൃത്തിയില് ഹല്ലേലൂയ അടുത്ത വചനം തൊട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ഇത് പറഞ്ഞ ശേഷം മതി. സ്തോത്രം. യെരൂശലേമിൽ നിന്ന് ശക്തി ലഭിച്ചിട്ടാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും. അങ്ങനെ ശക്തി ലഭിച്ചവരാണ്. ആമേൻ. പിന്നെ ഒരിക്കൽ മറിയയുടെ അടുക്കൽ ഇങ്ങനെ ദൂതമെന്ന് പറഞ്ഞെന്ന്, കൃപ ലഭിച്ചാലേ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും. എങ്ങനെ പ്രസവിക്കുമെന്ന് മറിയ ചോദിച്ചു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാര് ആയി തീരണമെങ്കിൽ ദൈവശക്തി പ്രാപിക്കണം. അത്യുന്നത ശക്തി, അത്യുന്നതന്റെ ശക്തി, ബലം നിന്റെ മേൽ നിഴലിടും. ലോകപ്രകാരം ജീവിക്കേണ്ട മനുഷ്യനല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഇത് കേട്ടിട്ട് ഒരു ചെവിയിലൂടെ മറു ചെവിയിലൂടെ കളഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ, ലോകപ്രകാരമായി പോയാൽ നമ്മൾ മുൻപോട്ട് നമുക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കുകയാണ്. യേശുവേ, ഒരു വചനം കൂടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ആമേൻ. അവിടെ പൗലോസ് പറയുന്ന കാര്യം, യേശുവിനെ സാക്ഷ്യമായി വഹിച്ച യേശുവിന് വലിയ സാക്ഷ്യം. ഹല്ലേലൂയ. ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറയപ്പെടുന്ന പൗലോസ്, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഹല്ലേലൂയ. പൗലോസ് യേശു വിളിക്കുന്നതിന് മുമ്പേ പൗലോസ് ന്യായപ്രമാണ പുരോഹിതനായിരുന്നു. ന്യായപ്രമാണ പ്രകാരം ന്യായപ്രമാണത്തെ നന്നായി പഠിച്ച് അപ്രകാരം സൂക്ഷിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ ആ പൗലോസിനെ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവനെ പിടിപ്പാനിരയെ തീർന്നു. അവന്റെ ശക്തിയെ ഹല്ലേലൂയ. എന്നാൽ ആ പൗലോസ് ആകുന്ന അവന്റെ മുന്നത്തെ പേരാണ് ശൗല്. ആ ശൗല് ലോകത്തിന്റെ ശക്തി എന്താണ്? അതിനെ വർണ്ണിക്കുന്നത് എന്താണ്? കുതിര ശക്തി, ഹോഴ്സ് പവർ. ലോകത്തിന്റെ ശക്തി അതിന് നമ്മൾ വിവരിക്കുന്നത് അങ്ങനെയാണ്. ഒരു എഞ്ചിന്, ഒരു വാഹനത്തിന്റെ എഞ്ചിനിന് എത്ര പവർ, ഇത്ര ഹോഴ്സ് പവർ, ഇത്ര കുതിരയുടെ ശക്തി അതിനുണ്ട്. ഒരു എഞ്ചിൻ ഒരു വാഹനം വലിക്കണമെങ്കിൽ. അങ്ങനെ ഒരു തടിച്ചു കൊഴുത്ത് മുഴുത്ത ഒരു കുതിരപ്പുറത്താകുന്നു ശൗല്. ഹല്ലേലൂയ. അതിൻ്റെ ബലത്തില് ന്യായപ്രമാണത്തിൻ്റെയും അവൻ പഠിച്ച ന്യായപ്രമാണത്തിന് ബലം കൊടുത്തിരുന്നു കേട്ടോ. ബലം കൊടുത്തിരുന്നു. അത് വീണുപോയി. എങ്കിലും ന്യായപ്രമാണത്തെ നിവർത്തുവാൻ നന്നായിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ് ശൗല്. പൗലോസാകുന്ന ശൗല്. ഹല്ലേലൂയ. അവൻ താഴ്ത്തുന്ന അതിൽ ഇങ്ങനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൂടെ അങ്ങനെ ആ കുതിര ശക്തിയിൽ ഇങ്ങനെ വരുമ്പോഴേ കർത്താവ് പിടിച്ചത് അവൻ്റെ ശക്തിയെ നിലം പരിചാക്കിയിട്ട്, ലോകപ്രകാരമുള്ള ശക്തിയെ നിലം പരിചാക്കിയിട്ട്, ലോകപ്രകാരമുള്ള ബലത്തെ നിലം പരിചാക്കിയിട്ട് അവന് പുതിയ ശക്തി അവന് പകർന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകർന്നു പൗലോസിന്റെ മേല്. അത് പ്രാപിച്ചെടുത്ത പൗലോസ് പിന്നെ ലോകത്തിന്റെ ശക്തി താൻ ഒരിക്കലും സ്വീകരിച്ചിട്ടാട്ടോ എല്ലാം വർജിച്ചു. ലോകത്തിന്റെ സകല ശക്തിയെയും സകലത്തെയും, ലോകത്തിലുള്ള സാമ്പത്തിക, ശാരീരിക സകല കൂട്ടുകെട്ട്, സകല ശക്തിയെയും ചപ്പും ചവറും എന്ന് എണ്ണിയിട്ട് കർത്താവിന്റെ ആത്മാവിൽ അവൻ ഒരാളുമാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയാൽ അതിനെ കുറിച്ചാകുന്നു ഇവിടെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:4-5 വചനം വായിച്ച് നമുക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചാലും 1 കൊരിന്ത്യർ 2:4-5. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാക്കേണ്ടതിന്. ആമേൻ. അതാ പൗലോസ് പറഞ്ഞ എന്താണ്? പൗലോസ് പറയാണ് അവിടെ, നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ വിശ്വാസം എന്ന ശക്തി, ആത്മശക്തി. എത്ര പേർ നിങ്ങളുടെ പേരുണ്ട്? വിശ്വാസത്തിന്റെ ശക്തി നിങ്ങളുടെ പേരുണ്ടെന്ന്. ദൈവത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കും. അത് തന്നെയാണ് അടിസ്ഥാനമായിരിക്കേണ്ടത്. അത് തന്നെയാണ് മൂലക്കല്ലും ആണിക്കല്ലും ആയിരിക്കേണ്ടതിന്. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തോടുകൂടെ വശീകരണ വാക്കുകളാല് എന്ന് അല്ല. ലോകത്തിൽ അനേകര് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രകടനം മാത്രമേ. ജ്ഞാനത്തിന്റെയും വശീകരണ വാക്കുകളായിട്ടല്ല, ദൈവശക്തിയാൽ, ദൈവിക ബലത്താലാണ് പൗലോസ് സൂക്ഷിച്ചത്. പൗലോസിന്റെ മുമ്പില് കർത്താവ് ഉണ്ടായിരുന്നു. അവന്റെ കാര്യങ്ങളെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കാനിടയിൽ തീർന്നു. ആമേൻ.
അവരുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടായിരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവമക്കളെ, എത്ര പേര് ഇതൊക്കെ ഗ്രഹിക്കുന്നുണ്ട്? യേശുവേ, ഈ ശബ്ദം കേട്ട മുഴുവൻ പേരെ അനുഗ്രഹിച്ചാലോപ്പാ. ഇന്ന് പകൽക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്നു. ഞങ്ങളാരും വന്നതല്ല, അങ്ങ് ഞങ്ങളെ മുന്നമേ വിളിച്ചിരുന്നത് കൊണ്ട്, മുന്നമേ ഞങ്ങളെ കണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ ഈ അങ്ങയുടെ സന്നിധി വന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധി താഴുന്നു. അങ്ങയുടെ ശക്തി, ഞങ്ങളുടെ ശക്തി താണുപോയി, വീണുപോയി, ഞങ്ങളുടെ ബലം ക്ഷയിച്ചു പോയപ്പാ. യേശുവേ, ഞങ്ങളുടെ നാളുകൾ ഒരു നിഴൽ പോലെ കടന്നു പോകുന്നു. ഓ ഹല്ലേലൂയ. വാടിപ്പോകുന്ന പുല്ല് പോലെ. ആമേൻ, ഹല്ലേലൂയ. പ്രഭാതത്തിങ്കൽ വിടർന്നു വന്ന പൂ പോലെ, സന്ധ്യാസമയത്ത് വാടിപ്പോകുന്നത് പോലെ. എങ്കിലും ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമപ്പാ. യേശുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. യേശുവിന്റെ പകൽ മുഴുവൻ പേരെയും സമർപ്പണം ചെയ്യുകയാണ്. ഞങ്ങളെ ധന്യമാക്കിയാലും അനുഗ്രഹിച്ചാലും രക്ഷിച്ചാലും ഞങ്ങളെ ഉയർത്തിയാലും, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു അപ്പാ. നിങ്ങളുടെ സഭയിലെ മുഴുവൻ പേരെ അനുഗ്രഹിച്ചാലും ഉയർത്തിയാലും ദൈവശക്തിയാൽ, ദൈവത്തിന്റെ ബലത്താലും ആളുകൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദാവീദ് ഭക്തൻ പറഞ്ഞ പ്രകാരം, എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ ഗോപുരവും എൻ്റെ അഭയസ്ഥാനവും എല്ലാം കർത്താവ് തന്നെ എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെ മേലും അങ്ങ് ഇടപെട്ടതിന് നന്ദി. മാത്രവുമല്ല കർത്താവേ, ഈ ഇളയ സന്ദേശം കേൾക്കുന്ന നാളെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ സ്നേഹിതർക്ക് ആരെങ്കിലുമൊക്കെ കേൾക്കും, അവരോടും കർത്താവ് സംസാരിക്കണമേ, എല്ലാവരെയും ബലപ്പെടുത്തണമേ കർത്താവേ. സന്ദേശം ഏതൊക്കെ കാലങ്ങളിൽ നിൽക്കുന്നുവോ ഇത് കേൾക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ ബലം പ്രാപിച്ചെടുത്തുകൊണ്ട് ആളുകളെ ചെയ്യിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഹൃദയത്തിൽ കടന്നു വന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ആരും കുഴഞ്ഞവരോ ക്ഷീണിച്ചവരോ ചിന്നിപ്പോയവരോ ആയിരിക്കാൻ ഇടവരുതേപ്പാ. ഒരു പേരെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃപയാലങ്ങ് നടത്തുമല്ലോ. മാനവമകത്വം കുറിച്ചെല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ ഒരു പാട്ടിൻ്റെ ചില വരികൾ ഒന്ന് പാടി നമുക്ക് സ്തോത്ര വഴിപാടുകളൊക്കെ അർപ്പിക്കുവാനുണ്ടെങ്കിൽ അർപ്പിച്ചു.